തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള 93 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF 101 സീറ്റിൽ 70ഇടത്ത് CPIM-ഉം 31 സീറ്റുകളിൽ മറ്റ് ഘടകകക്ഷികളും മത്സരിക്കും. സ്ത്രീകൾക്കൊപ്പം യുവജനങ്ങൾക്കും വലിയ പരിഗണനയാണ് പട്ടികയിൽ. 30 വയസ്സിൽ താഴെയുള്ള 13 പേരിൽ 21കാരി മാഗ്നയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. പതിറ്റാണ്ടുകളായി ഇടതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണയും ചേർത്ത് നിർത്താൻ ഉറച്ചാണ് LDF കളത്തിലിറങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 101-ൽ 93 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് MLA പ്രഖ്യാപിച്ചത്. വരാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് അതിപ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. 93 സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ ഇപ്പോൾ LDF പ്രഖ്യാപിക്കപ്പെടുന്നത്. ബാക്കിയുള്ള 8 സീറ്റുകളെ സംബന്ധിച്ച് ഘടകകക്ഷികളും ആയിട്ടുള്ള ചർച്ച പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. നാളത്തേക്ക് ആ 8 കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ 101 സ്ഥാനങ്ങളിൽ 93 പേരുടേതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി CPIM-ന്റെ 4 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 3 ഏരിയ സെക്രട്ടറിമാരും അടക്കമുള്ളവരാണ് പട്ടികയിലെ പ്രമുഖർ. പ്രഖ്യാപിച്ച 93-ൽ 49 പേർ വനിതകളാണ്. യുവാക്കൾക്കും വലിയ പരിഗണന ലഭിച്ചു. 30 വയസ്സിന് താഴെയുള്ള 13 പേരാണ് മത്സരരംഗത്തിറങ്ങുന്നത്. അലത്തറ വാർഡിലെ 21കാരിയായ CPIM സ്ഥാനാർത്ഥി മാഗ്നയാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. നിൽക്കുമ്പോൾ നമുക്ക് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ കൂടെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്ക് എന്താ ആവശ്യമെന്ന് അറിഞ്ഞിട്ട് അതിനു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. കോൺഗ്രസിലെ പ്രമുഖൻ KS ശബരിനാഥനെതിരെ കവടിയാറിൽ ലോക്കൽ സെക്രട്ടറി സുനിൽകുമാർ മത്സരിക്കും. BJP-യുടെ R ശ്രീലേഖയെ നേരിടുന്നത് 26കാരിയായ IT ഉദ്യോഗസ്ഥ അമൃത. ചലച്ചിത്ര നടൻ പൂജപ്പുര രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് Bക്ക് വേണ്ടി ജഗതിയിലിറങ്ങും. സ്ഥാനാർത്ഥി പട്ടികയായതോടെ ഇനി പ്രചരണത്തിന് ചൂടേറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.